സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാഷ്ടമോധ്യായഃ. 8ാം അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാന്റെ നാമകരണം, അതായത് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും നാമകരണം ഗർഗമുനി, യദുകുലാചാര്യനായ ഗർഗമുനി നിർവഹിക്കുന്നതാണ് കണ്ടത്. രഹസ്യമായ സ്ഥലത്ത് വെച്ചാണ് നിർവഹിച്ചത്. അപ്പോൾ ആ മൂത്തപുത്രന് എല്ലാവരെയും രമിപ്പിക്കുന്നതുകൊണ്ട് രാമനെന്നും, ബലമുള്ളതുകൊണ്ട് ബലനെന്നും, മറ്റുള്ളവരെ യോജിപ്പിക്കുന്നതുകൊണ്ട് വഴക്ക് എന്നൊക്കെ മാറ്റി അവരെ സംയോജിപ്പിക്കുന്നതുകൊണ്ട് സംഘർഷണനെന്നും പേര് കൊടുത്തു. പിന്നെ ഭഗവാന് കൃഷ്ണനെന്നും, കറുത്ത നിറമായതുകൊണ്ട് കൃഷ്ണനെന്നും, പിന്നെ ആ പ്രകാശം വമിപ്പിക്കുന്നതുകൊണ്ട് കേശവനെന്നും, മുൻജന്മത്തിൽ വസുദേവന്റെ പുത്രനായതുകൊണ്ട് വാസുദേവനെന്നും ഒക്കെ പേര് കൊടുത്തു. എന്നിട്ട് നന്ദഗോപരോട് പറഞ്ഞു, ഇതൊന്നുമല്ല പേരുകൾ, അനേകം പേരുകളും രൂപങ്ങളും എല്ലാം ഉണ്ട്. ഭഗവാന്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമായിട്ടല്ലാതെ എന്നാൽ കുറച്ച് അറിയത്തക്ക രീതിയിൽ ഗർഗമുനി പറഞ്ഞു. അപ്പം അങ്ങനെ നാമകരണം ചെയ്ത് ഗർഗമുനി പോയി. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഭഗവാന്റെ ബാലലീലകളാണ്. ഭഗവാൻ നടന്നു തുടങ്ങുമ്പോൾ കാണിക്കുന്ന കുസൃതികളും എല്ലാം, അതുപോലെ ഗോപസ്ത്രീകൾ യശോദയോട് വന്ന് ഭഗവാനെ പറ്റിയുള്ള പരാതികൾ പറയുന്നതുമാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. കാലേന വ്രജദാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹപാണിഭ്യാം ലിംഗമാണോ വിജഹ്രദുഃ. പദച്ഛേദം. കാലേന വ്രജത അൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹപാണിഭ്യാം ലിംഗമാണൗ വിജഹ്രദുഃ. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ 100ാമത്തെ ദിവസമാണ് ഭഗവാന്റെ നാമകരണം ചെയ്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-4 മാസമായപ്പോൾ പിന്നെ പതുക്കെ എന്ത് ചെയ്തു? മുട്ടിട്ടഴയാൻ തുടങ്ങി. അപ്പൊ ആ കാര്യമാണ് ഇതിൽ പറയുന്നത്. വ്രജത പോയതായ, അല്പേന അല്പസമയം, അതായത് നാമകരണം ചെയ്ത് 1-2 മാസം കഴിഞ്ഞു, അല്പസമയം, കാലേന കാലം കൊണ്ട്, ഗോകുലത്തിൽ രാമകേശവ് രാമനും കേശവനും ജാനുഭ്യാം മുട്ടുകളോടും പാണിഭ്യാം സഹ കൈകളോടും കൂടി, അതായത് കൈയും കാലും കുത്തി പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. സാധാരണ കുട്ടികളെക്കാളും നേരത്തെയാണ് ഇവര് ഇഴഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. കാരണം ഇവര് സാധാരണ കുട്ടികളല്ലല്ലോ. അപ്പൊ അങ്ങനെ അവരവിടെ അങ്ങനെ ഗോകുലത്തില് കൈയും കാലും വെച്ച് നാല് കാലിൽ നടക്കുമെന്ന് പറയില്ലേ, അതുപോലെ കൈയും കാലും വെച്ച് അങ്ങനെ സഞ്ചരിക്കുന്നവരായി കളിച്ചു. അപ്പോൾ കൈകളും മുട്ടുകളും ഒക്കെ ഉപയോഗിച്ച് രാമനും കൃഷ്ണനും കളിക്കുമ്പോൾ, മുട്ടുകുത്തി നടക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഗോകുലത്തിലെ എല്ലാ പേർക്കും സന്തോഷമാണ്. അപ്പോൾ ഭഗവാന്റെ ലീല കാണാൻ സാധിച്ച ഇവരൊക്കെ ഭാഗ്യമുള്ളവർ തന്നെയാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം എന്ന് ഭട്ടതിരിപ്പാട് പറയും അല്ലേ? വ്രജസ്ത്രീണാം ഭാഗ്യം അഹോഭാഗ്യം അഹോഭാഗ്യം. ആ വ്രജസ്ത്രീകളുടെ ഭാഗ്യം ഭയങ്കരം തന്നെയാണ് എന്ന് പറയും. അപ്പൊ അതായത് ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. ഭഗവാൻ മുട്ടുകുത്തി നടക്കുന്നത് പോലും കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ട്. അപ്പോൾ യോഗിമാർമാരും അവരുടെ ആ ധ്യാനാവസ്ഥയിൽ ദർശിക്കാൻ കഴിയാത്ത കാര്യം ഇവർക്ക് ഭാഗ്യമുണ്ടായി. വ്രജസ്ത്രീകൾക്ക്, യശോദയ്ക്കും നന്ദഗോപർക്കും, അതുപോലെ ആ ഗോകുലത്തിലെ എല്ലാ പേർക്കും ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഗോകുലവാസികളുടെ അഹോഭാഗ്യം, ഭാഗ്യം തന്നെയാണ്. ശ്ലോകം നോക്കാം. കാലേന വ്രജദാൽപേന ഗോകുലേ രാമ
കേശവൗ ജാനുഭ്യാം സഹപാണിഭ്യാം ലിംഗമാണോ വിജഹ്രദു. ശ്ലോകം 22. താവംഘ്രിയുഗ്മം അനുകൃഷ്യ സരീസൃബന്ധൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദ്ദമേഷു തന്നാദഹൃഷ്ട മനസാ അനുസൃത്യ ലോകം മുക്തപ്രഭീതവത് ഉപയേതുർ അന്തിമാത്രോഹോ. താവത് അംഘ്രിയുഗ്മം അനുകൃഷ്യ സരീസൃബന്ധൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദ്ദമേഷു തന്നാദ ഹൃഷ്ട മനസൗ. മനസാവനുകൃത്യ എന്നുണ്ട്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മനസൗ അനുസൃത്യ. അപ്പൊ തന്നാദ ഹൃഷ്ട മനസാവനുസൃത്യ ലോകം അങ്ങനെ വായിക്കാം. മനസൗ അനുസൃത്യ ലോകം മുക്ത പ്രഭീതവത്ത് ഉപയേതുഹു അന്തി മാത്രോഹോ. താവംഘ്രിയുഗ്മം. താവംഘ്രിയുഗ്മം അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ തൗ പ്ലസ് അംഘ്രിയുഗ്മം എന്ന് വരും. അതാണ് താവംഘ്രിയുഗ്മം. തൗ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും. അംഘ്രിയുഗ്മം രണ്ട് മുട്ടുകളെ അനുകൃഷ്യ പിന്നെയും പിന്നെയും വലിച്ചിട്ട്. അപ്പോൾ മുട്ടിട്ടെഴയാണ്. മുട്ടിനെ പതുക്കെ വലിച്ച് കൊണ്ടുപോവുകയാണ്. അനുകൃഷ്യ സരീസൃബന്ധു ഘോഷപ്രഘോഷരുചിരം. ഘോഷപ്രഘോഷരുചിരം അതായത് കയ്യിലൊക്കെ വളയുണ്ട്, പിന്നെ കഴുത്തിൽ മാലയുണ്ട്, അരയില് അരഞ്ഞാണമുണ്ട്, പിന്നെ അതുപോലെ തളകളുണ്ട്. ഇതിലൊക്കെ കിങ്ങിണികൾ കെട്ടിക്കും, കിലുക്കം. അപ്പൊ ഇതൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുട്ടുകുത്തി എഴയുമ്പോൾ ആ കാലിലതും അരഞ്ഞാണത്തിലേക്ക് ആ കിങ്ങിണി കെട്ടിയിട്ടുള്ള അതിന്റെ കിലുക്കം, മുത്തുകളുടെ കിലുക്കം കേൾക്കാം. അതാണ് ഘോഷപ്രഘോഷ രുചിരം. ആ കിങ്ങിണി ശബ്ദം നിമിത്തം മനോഹരമായിട്ട്. അപ്പൊ കുട്ടികൾക്ക് ഈ മുത്തുള്ള കൊലുസൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്, അമ്മമാർക്ക് സന്തോഷമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നടക്കുമ്പോഴോ ഇവിടെ കാലിലെയും അരയിൽ കെട്ടിയിരിക്കുന്നതും കൈകളിലുള്ളതും കഴുത്തിലണിഞ്ഞിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും കൂടെ അങ്ങനെ കിലുങ്ങും. അപ്പൊ അങ്ങനെ അത് സഞ്ചരിക്കുമ്പോൾ ആഭരണങ്ങളിൽ നിന്ന് ശബ്ദം പുറപ്പെടും. അപ്പൊ ആ ശബ്ദം നിമിത്തം മനോഹരമാകും വണ്ണം വ്രജകർദ്ദമേഷു. ഇപ്പൊ ഗോകുലങ്ങളിലുള്ള ചെളികൾ, അതായത് എവിടെയാണെന്നില്ല, അഴുക്കുള്ള സ്ഥലം അഴുക്കില്ല എന്നൊന്നും നോക്കില്ല, അങ്ങ് പോകും. മുട്ടുകുത്തി എഴഞ്ഞ് അങ്ങ് പോകും. എഴയുമ്പോൾ കുട്ടികൾക്ക് ഒരാഹ്ലാദമാണ് അല്ലേ, എവിടെ വേണമെങ്കിലും എഴഞ്ഞങ്ങ് പോകും. പിറകെ ആള് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, കൊച്ചു കുട്ടികൾ ഇഴയാൻ തുടങ്ങുമ്പോൾ പിന്നെ പിറകെ ആള് വേണം. അപ്പോൾ പശു തൊഴുത്തിൽ വരെ ഇവരങ്ങ് പോകും. എഴഞ്ഞ് അപ്പോൾ പശുവിൻ്റെ മൂത്രവും ചാണകവും ഉള്ളിടത്തെല്ലാം അഴുക്കല്ലാതെ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നു. അപ്പോൾ ഗോകുലത്തിലുള്ള ചെളികളിൽ അതുപോലെ സരീസൃബന്ധവും വളഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കും. പിന്നെ അവർ രണ്ടുപേർ തന്നാദഹൃഷ്ട മനസ്സോ, ആ ശബ്ദം കേട്ട് സന്തോഷിച്ച മനസ്സോടുകൂടിയവരായിട്ട്. അതായത് ഈ കിങ്ങിണി ശബ്ദങ്ങൾ, ആ കൊലുസിന്റെ ശബ്ദവും കൈവളകളുടെ ശബ്ദവും അരഞ്ഞാണത്തിലെ കിങ്ങിണി കെട്ടിയിരിക്കുന്ന ശബ്ദവും ഇതെല്ലാം കേട്ട് സന്തോഷമാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ കുറെ കൂടെ സന്തോഷം. അപ്പോൾ അവരങ്ങനെ നടന്ന് പിന്നെ ലോകം ജനത്തെ അനുസരിച്ച് മുക്ത പ്രഭീതവർ, മൂഢന്മാരെ പോലെ, അപ്പൊ ഒന്നും അറിഞ്ഞുകൂടാത്തവരെ പോലെ. എല്ലാം അറിയാവുന്നുള്ള സർവജ്ഞനാണ് ഭഗവാൻ അല്ലേ, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ വീട്ടിൽ വരുന്ന ജനങ്ങൾ, ആ കുട്ടികൾ ഈ വിധം ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ട് സന്തോഷിക്കും. അപ്പൊ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാ, അപ്പൊ ആദ്യം വിചാരിക്കും നമ്മൾ ആൾക്കാരൊന്നും ചെന്ന് അടുത്ത് ചെല്ലുമ്പോൾ അയ്യോ ഇത് വേറെ ആൾക്കാരാണെന്ന് പറഞ്ഞ് പേടിച്ചോടും. അതാണ് പ്രഭീത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സന്തോഷിച്ചു പോകുമ്പോൾ
മുക്ത പ്രഭീതവത്ത്. അപ്പോൾ അവരെ കണ്ട് പേടിച്ചതുപോലെ പിന്നെ എന്ത് ചെയ്യും? ഭീതന്മാരെ പോലെ മാത്രവും മാതാക്കളുടെ അന്തി സമീപത്ത് ഉപയതു അവരുടെ അമ്മമാരുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോൾ ആൾക്കാരെല്ലാം ഗോപികമാരെല്ലാം അവിടെ അന്വേഷിച്ച് വരും. ഇപ്പോൾ മുട്ട് കഴിഞ്ഞ് ഈ ചെല്ലുമ്പോൾ ഓടി ചെന്ന് ഒരിടത്ത് ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അത് തൻ്റെ അമ്മയല്ല. അപ്പോൾ അങ്ങനെ പേടിച്ച് തിരിച്ച് അമ്മയുടെ അടുത്ത് ഓടി അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ കൊച്ചുകുട്ടികൾ എങ്ങനെയൊക്കെ കാണിക്കുന്നുവോ അതുപോലെയെല്ലാം കാണിച്ചു. ശ്ലോകം 22 വായിക്കാം. താവംഗ്രയുഗ്മനുകൃഷ്യ സരീസൃബന്ധവോ കോശപ്രകോശരുചിരം വ്രജകർദ്ദമേഷു തന്നാദകൃഷ്ണമനസാവനുസൃത്യ കുലോകം മുക്തപ്രഭീതവത് ഉപേയതോർ അന്തിമാത്രോഹോ. ശ്ലോകം 23. തന്മാതരൗ നിജസുതൗ കൃണയാസ്നുവന്തൗ പങ്കാംഗരാഗരുചിരാവ് ഉപഗുഹ്യ ദോർഭ്യാം ദത്താസ്തനം പ്രപിബദോ സ്മ മുഖം നിരീക്ഷ്യ മുക്തസ്മിതാൽപദശനം യയതു പ്രമോദം. പദച്ഛേദം. തന്മാതരൗ നിജസുതൗ കൃണയാ സ്നുവന്തൗ പങ്ക അംഗരാഗ രുചിരാവ് ഉപഗുഹ്യ. രുചിരൗ പ്ലസ് ഉപഗുഹ്യ ദോർഭ്യാം ദത്വാ സ്തനം പ്രപിതതഃ പ്രപിതോഃ സ്മ മുഖം നിരീക്ഷ്യ മുക്ത സ്മിത അല്പദശനം യയതുഹു പ്രമോദം. തന്മാതരൗ അവരുടെ അമ്മമാർ രണ്ടുപേരും ആരൊക്കെയാണ്? കൃഷ്ണന്റെ അമ്മ യശോദയും ബലരാമന്റെ അമ്മ രോഹിണിയും. കൃണയ കരുണ കൊണ്ട് സ്നുവന്തവും പാലൊഴുകുന്നവരായിട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് മുലപ്പാൽ ഇങ്ങനെ ഒഴുകും. പങ്ക അംഗരാഗരുചിരവും അപ്പോൾ ദേഹത്ത് നല്ല കുറുക്കൂട്ടൊക്കെ തേച്ചിട്ടുണ്ട്, അതിലൊക്കെ ചെളി പുരണ്ടിരിക്കും. അപ്പോൾ ചെളി പുരണ്ടിരിക്കുന്ന കുറുക്കൂട്ടുകൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന നിജസുതോ തങ്ങളുടെ പുത്രന്മാരെ ദോർഭ്യാം അവരെന്ത് ചെയ്യും? ഇങ്ങനെ മുട്ടുകുത്തി നടന്ന് തളർന്നു വരുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് സ്തനം മുലയെ ദത്വ കൊടുത്തിട്ട് മുലപ്പാൽ കൊടുക്കും. അവർ ഓടി ക്ഷീണിച്ച് തളർന്നു വരികയാണ്. അതുപോലെ മറ്റുള്ളവരെ കാണുമ്പോൾ പേടിച്ച് ഓടി അമ്മമാരെ അടുത്ത് ഓടി വരികയാണ്. അവരെ എടുത്ത് പാല് കൊടുക്കുന്നു. പ്രപിബദോ സന്തോഷത്തോടെ കുടിക്കുന്നവരെ അവരുടെ മുക്തസ്മിത അല്പദശനം. അപ്പൊ സന്തോഷത്തോടെ കുടിച്ച് പാല് കുടിച്ച് കുറെ ആകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും അല്ലേ? കുറച്ച് പാല് കുടിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പാല് കുടിക്കും. അപ്പൊ അങ്ങനെ മുക്തസ്മിത അല്പദശനം മനോഹരമായി പുഞ്ചിരിക്കുമ്പോഴോ കൊച്ചു പല്ലുകൾ മുളച്ചു വരുന്നേ ഉള്ളൂ. ആ പല്ലുകളും കൂടെ കാണാം. ആ മുഖത്തെ നിരീക്ഷ നന്നായി നോക്കിയിട്ട് പ്രമോദം അതിസന്തോഷത്തോടെ ഏതോ പ്രാപിച്ചു. അപ്പൊ അമ്മമാർക്ക് ആ കുട്ടി ഇങ്ങനെ മുലപ്പാൽ കുടിച്ചിട്ട് അമ്മമാരുടെ മുഖത്ത് നോക്കി അങ്ങ് ചിരിക്കും. അത് കാണുമ്പോൾ അമ്മമാർക്കും ഭയങ്കര സന്തോഷം. ശ്ലോകം 23. തന്മാതരൗ നിജസുതൗ കൃണയാസ്നുവന്തൗ പങ്കാംഗരാഗരുചിരാവ് ഉപഗുഹ്യ ദോർഭ്യാം ദത്വാസ്തനം പ്രപിബദോ സ്മ മുഖം നിരീക്ഷ്യ മുക്താസ്മിതാൽപദശനം യയതു പ്രമോദം. ശ്ലോകം 24. യർഹ്യംഗനാദർശനീയ കുമാരലീലൗ അന്തർവ്രജേതബല പ്രഗൃഹീത പുച്ഛൈ വത്സൈഹൃദൈസ്തദൗ ഭാവ അനുകൃഷ്യമാണൗ പ്രേക്ഷന്ത്യ ഉത്സിത ഗൃഹാജഹൃഹുർഖസന്ധ്യാം. യർഹി അങ്കനാ ദർശനീയ. അതാണ് യർഹ്യങ്കനാ ദർശനീയ. യർഹി അങ്കനാ ദർശനീയ കുമാര ലീലൗ. ലീലാവ് അന്തർവ്രജെന്നുണ്ട്. അപ്പൊ ലീലൗ പ്ലസ് അന്തർവ്രജേ തത് അബലാഹ പ്രഗൃഹീത പുച്ഛൈഹി വത്സൈഹി ഇതഹ
തതഃ ഉഭാവ് അനുകൃഷ്യമാണോ, ഉഭൗ പ്ലസ് അനുകൃഷ്യമാണോ, പ്രേക്ഷന്ത്യ ഉച്ഛിത ഉച്ഛിത ഗൃഹ ജഹൃഷുഹു ഹസന്ത്യഃ. യർഹി എപ്പോൾ അങ്കനാദർശനീയ കുമാരലീലൗ, അങ്കന എന്ന് വെച്ചാൽ സ്ത്രീകളാൽ കാണപ്പെടുവാൻ യോഗ്യമായ കുമാരലീലയോട് കൂടിയവരായോ അപ്പോൾ അന്തർബ്രജേ വ്രജമധ്യത്തിൽ തദബല അവിടെയുള്ള സ്ത്രീകൾ പ്രഗൃഹീത പുച്ഛൈ ബലത്തിൽ പിടിച്ച വാലുകളോടുകൂടിയ വത്സൈ പശുക്കുട്ടികളാൽ ഇതസ്തത അങ്ങുമിങ്ങും അനുകൃഷ്യമാണോ വലിച്ചു കൊണ്ടുപോകുന്നവരായ ഉഭൗ രണ്ടുപേര്. അപ്പൊ ഇവരെന്ത് ചെയ്യും? രണ്ടും കൂടെ ഇഴഞ്ഞു ചെന്ന് പശുക്കുട്ടികളെ വാലിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ ചിലപ്പോ ഇവർ പശുക്കുട്ടിയെ വലിച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ എന്ത് ചെയ്യും? വാല് പിടിച്ചിരിക്കുമ്പോൾ പശുക്കുട്ടി വലിച്ചുകൊണ്ട് പോകും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പശുക്കുട്ടിയുടെ വാലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നവരായിട്ട് ആണ് മറ്റുള്ളവർ കാണുന്ന. പ്രേക്ഷന്ത്യ നോക്കി നിൽക്കുന്നവരായി, ഉച്ഛിത ഗൃഹ ഉപേക്ഷിക്കപ്പെട്ട ഗൃഹങ്ങളോടുകൂടി. അപ്പൊ അവരുടെ ഗോപസ്ത്രീകളൊക്കെ അവരുടെ വീട്ടു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഈ കണ്ണന്റെ കളികൾ കാണാൻ വരുന്നത്. രാമകൃഷ്ണന്മാരുടെ ആ കളികൾ കാണാൻ അവർ വരുന്നത്. ഹസന്ധ്യ അവർ ചിരിച്ചുകൊണ്ട് ജഹൃഷു സന്തോഷിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളുടെ ആ ഇഴഞ്ഞു പോകുന്നതും. പിന്നെ ഓടിച്ചെന്ന് പശുക്കുട്ടിയുടെ വാലിനെ ചെന്ന് പിടിച്ച് വലിച്ചു ഇഴച്ചു കൊണ്ടുപോകും. ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ പശുക്കുട്ടി എന്നെ തിരിച്ച് വലിച്ച് കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഗോപസ്ത്രീകൾ എന്ത് ചെയ്യും? അവരുടെ വീട്ടുജോലികളൊക്കെ ഉപേക്ഷിച്ച് ഇവരുടെ കളികൾ കാണാൻ വന്ന് നിൽക്കും. യർഹ്യങ്കനാദർശനീയ കുമാരലീലോ അന്തർബ്രജേ തദബല പ്രഗൃഹീത പുച്ഛൈ വത്സൈരിതസ്തദൗഭാവനുഗൃഹ്യമാണോ പ്രേക്ഷന്ത്യ ഉൽച്ചിത ഗൃഹ ജഹൃഷു ഹസന്ധ്യാം. ശ്ലോകം 25. ശൃംഗഗ്നിദ്രംഷ്ട്രഹി ജലദ്വിജ കണ്ഡകേഭ്യ പരാവതിജലൗ സ്വസുതൗ നിഷേധം ഗൃഹ്യാണി കർത്തൃമപി യത്ര ന തജ്ജനന്യൗ ശേകാത ആപതുരലം മനസോ അനവസ്ഥാം. പദച്ഛേദം. ശൃംഗി അഗ്നി ദ്രംഷ്ട്രൈ അഹി ജല ദ്വിജ കണ്ഡകേഭ്യഃ ക്രീഡാ പരൗ അതി ചലൗ സ്വസുതൗ നിഷേധം ഗൃഹാണി കർത്തൃം അപി യത്ര ന തത് ജനന്യൗ ശേകാത ആപദുഹു അലം മനസഹ അനവസ്ഥാം. ക്രീഡാപരവും കളികളിൽ താല്പര്യമുള്ളവരും, അത് കുട്ടികളെല്ലാം അങ്ങനെയാണല്ലോ, കളികളിൽ താല്പര്യമുള്ളവരും, അതിചലവും ഒരിടത്തും ഇരിക്കാതെ, നടന്നു തുടങ്ങിയാൽ അവർക്ക് ഭയങ്കര രസമാണല്ലേ, അങ്ങനെ ഒരിടത്തും ഇരിക്കാതെ സ്വപുത്രന്മാരെ. അപ്പൊ ഈ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും? കളിയിൽ താല്പര്യമുള്ളത് ഒരിടത്ത് ഇരിക്കാതെ എന്ത് ചെയ്യും? പല ദിക്കിലും ഓടിച്ചാടി നടക്കും. അപ്പൊ അല്പം കൂടെ നടക്കാൻ തുടങ്ങി, കാലിൽ നിന്ന് മാറി അടുത്ത് നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ദിക്കിലും ഇരിക്കില്ല, പല ദിക്കിലും ചാടി നടന്ന് പശുക്കളുടെയും നായ്ക്കളുടെയൊക്കെ പിന്നാലെ പോകും. എന്നിട്ട് പശുക്കളുടെ കൊമ്പിനെയൊക്കെ വലിച്ചു പിടിക്കും, നായ്ക്കളുടെ വാലിനെ പിടിക്കും, കൊമ്പുകളിലും വാലിലും പിടിച്ചു വലിക്കും. പിന്നെ തീയുള്ള സ്ഥലത്തേക്ക്, തീ തൊടാമോ തൊട്ടുവിടാന്ന കുട്ടിയൊക്കെ അറിഞ്ഞുകൂടാതെ അവിടെ അങ്ങനെ ഓടും. പിന്നെ പാമ്പിനെയൊക്കെ കണ്ടാൽ ഓടിച്ചെന്ന് പിടിക്കും. അവർക്ക് പേടിയൊന്നുമില്ല, പാമ്പ് കടിക്കുമെന്നോ വിഷമുണ്ടോന്നോ അറിഞ്ഞുകൂടല്ലോ. പിന്നെ മുള്ളുള്ള മുറ്റത്തൊക്കെ ചെന്ന് മുള്ളിലൂടെയൊക്കെ തൊടികളിൽ ഓടി നടക്കും. അപ്പോൾ ഇവയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് അമ്മമാരെന്ത് ചെയ്യും? എപ്പോഴും ഈ കുട്ടികളുടെ പിന്നാലെ ഓടി നടന്നതുകൊണ്ട് വീട്ടുകാര്യങ്ങൾ വേണ്ട വിധം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.
ഇനി നോക്കാം. ക്രീഡാപരവും കളികളിൽ അധികം താല്പര്യമുള്ളവും അതിജലവും ഒരിടത്തും ഇരിക്കാത്തവരുമായ സ്വസുതപുത്രന്മാരെ ശൃംഗി. ശൃംഗി എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള മൃഗങ്ങൾ. കൊമ്പുള്ള മൃഗങ്ങളെയൊക്കെ പിടിക്കാനും, പിന്നെ അഗ്നി തീയുടെ പുറകെ, ദ്രംഷ്ട്രയുള്ള മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പുറകെ പോകും. പിന്നെ സർപ്പം, അഹി എന്ന് വെച്ചാൽ സർപ്പം. പിന്നെ ജലം, വെള്ളം കിടക്കുന്നിടത്ത് കണ്ടാൽ ഓടിച്ചെന്ന്, പാത്രത്തിൽ വെള്ളം ഇരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ഓടിച്ചെന്ന് വലിച്ചെടുത്തിട്ട് ആ വെള്ളത്തിനെയൊക്കെ തട്ടിക്കളയും. പിന്നെ ദിജ എന്ന് വെച്ചാൽ പക്ഷികളാണ്. അതായത് ദിജ എന്ന് വെച്ചാൽ ബ്രാഹ്മണരെന്നും അർത്ഥമുണ്ട്, പക്ഷികളെന്നും അർത്ഥമുണ്ട്. ബ്രാഹ്മണർക്ക് ഉപനയനം കഴിക്കുന്നതുകൊണ്ടാണ് 2 ജന്മം എന്ന് പറയുന്നത്, ജനിക്കുമ്പോഴും പിന്നെ ഉപനയനം കഴിക്കുമ്പോഴും. പക്ഷികൾക്കും അതുപോലെ തന്നെ മുട്ട വിരിഞ്ഞാണ് പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷികൾക്ക് 2 ജന്മം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ദിജ എന്ന് പറയുമ്പോൾ പക്ഷി എന്നാണ് അർത്ഥം ഇവിടെ. കണ്ടകേപ്യ, മുള്ളുകൾ. അപ്പോൾ മുള്ളുകൾ ഇവയിൽ നിന്ന് നിഷേധിക്കാനും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും, ഗൃഹകർമ്മങ്ങൾ കർത്തുമഭി ചെയ്യാനായിക്കൊണ്ട്, എപ്പോൾ തജ്ജനന് അവരുടെ അമ്മമാർ നശേകേതേ ശക്തകളായില്ല. അപ്പോൾ അവർക്ക് അമ്മമാർക്ക്, കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ആർക്കും ശരിക്കും വീട്ടു ജോലി ചെയ്യാൻ കഴിയില്ല അല്ലേ? ഈ കുട്ടികളുടെ പിറകെ നടക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അത് മനസ്സിലാവും അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെയൊക്കെ നോക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം മനസ്സിലാവും. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു തുടങ്ങിയാൽ പിന്നെ അമ്മമാർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവരുടെ അമ്മമാർ ശേഖാതെ, അവരെ ജോലി ചെയ്യാൻ ശക്തരായില്ല. മനസ്സിന്റെ അവസ്ഥ, ആ മനസ്സമാധാനം ഇല്ലാതെയായി. അലം ആവതു, ഏറ്റവും പ്രാപിച്ചു മനസ്സമാധാനം ഇല്ലാത്തവരായി അവർ മാറി. ശ്ലോകം 25. ശൃംഗഗ്നിദ്രംഷ്ടഹി ജലദ്വിജ കണ്ഡകേഭ്യ ക്രീഡാപരാവതി ജലൗ സ്വസുതൗ നിഷേധം ഗൃഹാണി കർത്തും അഭിയത്ര തജ്ജനന്യോ ശേഖാദാപതുരലം മനസോനവസ്ഥാം. ശ്ലോകം 26. കാലേനാൽപേന രാജർഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അകൃഷ്ടജാനുഭീ പദ്ഭേർ വിചക്രമധുർ അഞ്ജസാം. കാലേന അൽപേന രാജർഷേ രാമഃ കൃഷ്ണഃ ച ഗോകുലേ അകൃഷ്ടജാനുഭിഃ പദ്ഭിഃ വിചക്രതുർ അഞ്ജസാ. കാലേന അൽപേന രാജർഷേ. രാജശ്രേഷ്ഠ, ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ വിളിക്കുകയാണ്. അൽപേന കാലേന, അല്പകാലം കൊണ്ട്, രാമഃ കൃഷ്ണഃ ച, രാമനും കൃഷ്ണനും, ഗോകുലത്തിൽ അകൃഷ്ടജാനുഭി, അതായത് ഭൂമിയിൽ തൊടാതെ മുട്ടുകളോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? നടന്നു തുടങ്ങി. അതായത് മുട്ട് ഭൂമിയിൽ ഇഴയ്ക്കാതെ, തറയിൽ തൊടാതെ, പദ്ഭീഹി കാലുകളാൽ, അഞ്ജസ സുഖമായിട്ട്, വിചക്രമതു സഞ്ചരിച്ചു. അപ്പോൾ സാധാരണ കുട്ടികൾ നന്നായി നടക്കാൻ മിക്കവാറും 1 വയസ്സൊക്കെ ആവും. ഇവരതല്ല, ആ കാലത്തിന് മുൻപേ തന്നെ, അല്പേന കാലേന, അല്പകാലം കൊണ്ട് തന്നെ, മുട്ടിട്ടഴഞ്ഞ ഉടനെ തന്നെ അല്പകാലം കൊണ്ട് തന്നെ കാലുകൾ മുട്ട് തറയിൽ തൊടാതെ നടന്നും തുടങ്ങി. അപ്പൊ ഭഗവാന്റെ ആ ലീലകളാണ്. ആ ലീലകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആനന്ദമാണ് അല്ലേ? അപ്പൊ എല്ലാവരുടെ മനസ്സിനും ഭക്തന്മാരെ മായാരൂപേണ ബോധിപ്പിച്ച് അവരുടെ മനസ്സിനെ തങ്ങളിൽ നിന്നും വിട്ടുപോകാത്തത് ആക്കി ചെയ്തു. അതായത് എല്ലാവരും ആ ഭഗവാനിൽ തന്നെ ശ്രദ്ധ ഉറപ്പിച്ചു. അപ്പൊ അവരുടെ മനസ്സ്, അവരുടെ സ്നേഹം മുഴുവനും ഭഗവാനിലാണ്. അപ്പൊ നമ്മൾ സാധാരണ കുട്ടികളിലോ മനസ്സുറപ്പിക്കും പോലെയല്ല. ഇവിടെ അവർ വീട്ടു ജോലി ചെയ്തില്ലെങ്കിലും മനസ്സാരിലാണ്? ഇത് ഭഗവാനാണ്, പുത്രനാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇത് പുത്രനാണോ? അല്ല, ഇത് ഭഗവാനാണ്. അപ്പൊ അവരുടെ മനസ്സ് ഈ ഭഗവാൻ പിറന്നത് മുതൽ ആ മനസ്സ് ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. വീട്ടുജോലികളിൽ പോലും ചിന്തയില്ലാതെയാണ് ഗോപികമാര് പോലും ഓടി ഇവിടെ വരുന്നത്. ശ്ലോകം 26. കാലേനാൽപേന രാജർഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അകൃഷ്ടജാനുഭി പദ്ഭേർ വിചക്രമധുർ അഞ്ജസാം. ശ്ലോകം 27. തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസേർ വ്രജബാലകൈഃ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയന്മുദം.
തതഃ തു ഭഗവാൻ കൃഷ്ണഃ വയസ്യൈഃ വ്രജബാലകൈഃ സഹ രാമഃ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയൻ മുദം. തതഃ അനന്തരം ഭഗവാൻ കൃഷ്ണഃ, ഭഗവാൻ കൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 6 ഗുണങ്ങളുള്ളവരെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. അപ്പൊ ഈ 6 ഗുണങ്ങളുമുള്ള ആ കൃഷ്ണൻ വയസ്സി സമാന വയസ്സുള്ളവരായ വ്രജബാലകൈഹി ഗോപന്മാരോടും ഗോപകുട്ടികളോടും സഹരാമൈ രാമനോടും കൂടി വ്രജസ്ത്രീണാം വ്രജസ്ത്രീകൾക്ക് മുദം സന്തോഷത്തെ ജനയൻ ജനിപ്പിച്ചുകൊണ്ട് ചിക്രീഡെ കളിച്ചു. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കളികൾ മുഴുകി ആ വ്രജസ്ത്രീകളെല്ലാം വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവരുടെ ചിത്തശുദ്ധിയുള്ളവർ ആണ്, അവരുടെ മനസ്സാണ് ഭഗവാനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? അത് ഭഗവാനാണെന്ന് അവർക്ക് അറിയില്ലെങ്കിലും അവർ ജോലി ഉപേക്ഷിച്ച് എപ്പോഴും ഭഗവാന്റെ ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ ലീലകളൊക്കെ ആ ഗോപികളുടെ ഹൃദയത്തിൽ ഭഗവാനെക്കുറിച്ച് പരമപ്രേമം ഉറപ്പിക്കാൻ ശക്തിയുള്ളവയായിരുന്നു. അപ്പോൾ എപ്പോഴും അവരുടെ ചിന്ത ഭഗവാനെക്കുറിച്ച്. വീട്ടുജോലികൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഓടി ഇവിടെ വരും ആ ഭഗവാന്റെ ബാലലീലകൾ കാണാൻ. അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപ വ്രജസ്ത്രീണാം. അപ്പോൾ ആ നന്ദഗോപ അവരുടെ ആ വ്രജത്തിലുള്ള സ്ത്രീകളുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ, ഭഗവാന്റെ ബാലലീലകൾ ദർശിക്കാനുള്ള ഭാഗ്യം അവർക്കങ്ങനെ കിട്ടി. ശ്ലോകം 27. തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യർവ്രജബാലകൈഃ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയന്മുദം. ശ്ലോകം 28. കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യ കില തന്മാദോർ ഇതി ഹോജു സമാഗതാഃ. പദച്ഛേദം. കൃഷ്ണസ്യ ഗോപ്യഃ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യ കില ശൃണ്വത്യാഃ കില തന്മാതുഃ ഇതി ഹ ഊജുഃ സമാഗതാഃ. ഗോപ്യഃ ഗോപികകൾ കൃഷ്ണസ്യ കൃഷ്ണന്റെ രുചിരം മനോഹരമായ കൗമാരചാപലം ബാലചാപല്യത്തെ ബാലലീലകളെ വീക്ഷ്യ കണ്ടിട്ട് സമാഗതകളായിട്ട് തന്മാതു അവന്റെ അമ്മ ശൃണ്വത കേട്ടുകൊണ്ടിരിക്കെ ഇതി ഊജുഹ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ കാലുകൊണ്ട് നടന്നു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? വീട്ടിൽ മാത്രമല്ല അടുത്ത വീടുകളിലും പോകും. അടുത്ത വീടുകളിൽ ചെന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെ അടുത്ത വീടുകളിലെ ഗോപസ്ത്രീകളിൽ വന്ന അമ്മയോട് കണ്ണനെ പറ്റി പരാതി പറയുകയാണ് ചെയ്യുന്നത്. ആ ഗോപികൾ കൃഷ്ണന്റെ മനോഹരമായ ആ ബാലലീലകൾ കണ്ട് അപ്പോൾ അവർക്കത് കൗതുകമുണ്ട്. എങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്ന് യശോദയുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യ കില തന്മാദോർ ഇതി ഹോജു സമാഗതാഃ. ശ്ലോകം 29. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശ സംജാതഹാസ സ്ഥേയം സ്വദത്യത ദതിഭയ കൽപ്പിതൈ സ്ഥേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത് ജ്ഞാതി പാണ്ഡം ഭിനന്തി ദ്രവ്യാലാഭേസ ഗൃഹകുപിതോ യാതി ഉപക്രോശ്യതോകാൻ. പദച്ഛേദം. വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ ക്രോശ സംജാത ഹാസഃ സ്ഥേയം സ്വാദ് അത്തി അധ സ്വാദ്യത്യത സ്വാദു അത്തി അധ സ്വാദു അത്തി അധ ദധി ഭയഃ
കൽപ്പിതൈഹി സ്ഥേയയോഗൈഹി മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സ ചേത് ചേത് ന അത്തി ഭാണ്ഡം ഭിനന്തി ദ്രവ്യാലാഭേ സ ഗൃഹകുപിതഃ യാതി ഉപക്രോശ്യ തോകാൻ. ക്വചിത് ചിലപ്പോ അസമയെ അകാലത്തിൽ, എപ്പോഴെന്നില്ല, പകലെന്നോ രാത്രിയൊന്നുമില്ല, എപ്പോഴെങ്കിലും വത്സാൻ പശുക്കുട്ടികളെ മുഞ്ചൻ അഴിച്ചു വിട്ടിട്ട് ഗോപസ്ത്രീകളുടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? പശുക്കുട്ടികളെ അഴിച്ചങ്ങ് വിടും. ക്രോശ സംജാതഹാസ, എന്നിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യും? വഴക്ക് പറയാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൈകൊട്ടി അവിടെ ഇരുന്ന് ചിരിക്കും. ക്രോശ സംജാതഹാസ, വ്രജത്തിലെ ബന്ധപ്പാട്. പശുക്കുട്ടികളെ അഴിച്ചുവിടുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് വെപ്രാളം പിടിച്ചവര് പെട്ടെന്ന് പശുക്കുട്ടികളുടെ പിറകെ ഓടും. ഇത് കണ്ടെന്ത് ചെയ്യും? കണ്ണം കൈകൊട്ടി ചിരിക്കും. അത് ആസ്വദിച്ച് ചിരിക്കുന്നവനായിട്ട് സ്വാദു രുചിയുള്ളതും സ്ഥേയ കട്ടെടുത്തതുമായ ദധി പയ, ദധി തൈര്, പയഹ പാല്, കൽപ്പിതൈ ഉണ്ടാക്കപ്പെട്ട സ്ഥേയ യോഗൈ കളവിലുള്ള സാമർഥ്യത്താൽ അഥ മുഴുവൻ അത്തി തിന്നുന്നു. ഇനി ഗോപസ്ത്രീകൾ അങ്ങും ഇങ്ങും പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ വച്ചിരിക്കുന്ന വെണ്ണയും തൈരും എല്ലാം മോഷ്ടിച്ചെടുക്കും. മോഷ്ടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അതിനെ അങ്ങോട്ട് കഴിക്കും. കളവ് കാണിക്കാൻ നല്ല മിടുക്കാണ്. അപ്പോൾ ഇവരെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും. അതാണ് കട്ടെടുക്കാൻ മിടുക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥേയ യോഗൈഹി കളവിലുള്ള സാമർഥ്യത്താൽ അതാ മുഴുവനും അത്തി തിന്നുന്നു. ഭോക്ഷ്യൻ ഭക്ഷിച്ചവനായിട്ട് മർക്കാൻ കുരങ്ങുകൾക്ക് വിഭജതി ഭാഗിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആവശ്യത്തിന് തിന്നും. തിന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും? കുരങ്ങുകളൊക്കെ വന്ന് നിൽക്കണമെങ്കിൽ കുരങ്ങുകളോ പൂച്ചകളോ ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഭാഗിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു. സഹ അത് നാത്തിച്ചേ. ഇനി അവയൊക്കെ തിന്നുന്നില്ലെങ്കിലോ ഭാണ്ഡം പാത്രത്തെ ഭിനന്തി ഉടയ്ക്കുന്നു. അവ തിന്നാതെ പിന്നെ മിച്ചമിരിക്കണമെങ്കിൽ ആ പാത്രത്തിനെ പൊട്ടിക്കും. സാധാരണ പണ്ടൊക്കെ ഈ മൺകലത്തിലാണ് അവര് തൈര് കടയുന്നതും ഉറിയിലൊക്കെ തൂക്കിയിടുന്നതും. അപ്പൊ അവ തിന്നില്ല, മിച്ചവരിലിരിക്കണേ അതിനെ പൊട്ടിച്ചിടും. ഭാണ്ഡ പാത്രത്തെ ഭിനന്തി ഉടയ്ക്കുന്നു. ദ്രവ്യലാഭേ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ സഹ അവൻ ഗൃഹകുപിത വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെട്ട്, ഇനി വന്ന് കലം തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ലെങ്കിലാ വീട്ടിലുള്ളവർ ദേഷ്യപ്പെടും. എന്നിട്ട് തോകാൻ കുട്ടികളെ ഉപക്രോശ കരയിച്ചിട്ട് യാതി പോകുന്നു. കൊച്ചുകുട്ടികൾ തൊട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? അവയൊക്കെ ഉണർത്തി കരയിപ്പിച്ചിട്ട് ഓടിക്കളയും. അപ്പം ഇങ്ങനെയുള്ള വേലകളൊക്കെ കാണിക്കും. അപ്പോൾ ഗോപസ്ത്രീകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ചെടുത്ത് കുടിക്കും. പിന്നെ ബാക്കിയുള്ളതിനെ കുരങ്ങുക്ക് കൊടുക്കും. ഇനി അവ തിന്നാതിരിക്കണമെങ്കിൽ പാത്രത്തിനെ പൊട്ടിച്ചു കളയും. ഇനി ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഇത് അവിടെ വെണ്ണ തൈരമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ കുട്ടി ഉറങ്ങി തൊട്ടിൽ വല്ലതും കിടക്കണമെങ്കിൽ അതിനെ ഉണർത്തി കരയിപ്പിച്ചിട്ട് ഓടിക്കളയും. അപ്പൊ ഇതൊക്കെ വന്ന് ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? യശോദയോട് പരാതി പറയാണ്. അപ്പോ ഇവിടെ പറയുന്നത് ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ചത് ജഗതാം ജഗത്. അപ്പോൾ എല്ലാം ഈശ്വരനുള്ളതാണ്. അപ്പൊ ഇത് ഭഗവാനാണ്, അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും ഭഗവാനാണ്. അപ്പൊ ഭഗവാന് കൊടുത്തിട്ടേ ബാക്കിയുള്ളതുള്ളൂ. അപ്പൊ എല്ലാം ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ ഭഗവാന് അവർ സമർപ്പിച്ചില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? അതിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. എല്ലാ പേരിൽ നിന്നും ഭഗവാൻ ഇതിനെ തിരിച്ചെടുക്കും. എന്തിനാണ്? അവർക്ക് നല്ലത് വരുത്താനാണ്. അപ്പോൾ ഭഗവാൻ ആദ്യം എന്ത് ചെയ്യും? ഏതെങ്കിലും ഭക്തരെ അനുഗ്രഹിക്കണമെങ്കിൽ അവരിലുള്ളതിനെ എല്ലാം ഇങ്ങെടുക്കും. കുചേല ബ്രാഹ്മണന്റെ കാര്യവും അറിയാലോ. ആ കുചേല ബ്രാഹ്മണൻ വെറും ദരിദ്രനായിരുന്നു അല്ലേ. ആ ദാരിദ്ര്യത്തിൽ മുഴുകി കഴിഞ്ഞ് അവസാനമാണ് ആ കുചേലനെല്ലാം കിട്ടിയത്. അപ്പോൾ ഭഗവാൻ എല്ലാം ആദ്യം ഇങ്ങെടുക്കും. മഹാബലിയോടാണെങ്കിലോ ആ മഹാബലിയോടുള്ളത് എല്ലാം എടുത്തിട്ടാണ് അനുഗ്രഹം കൊടുത്തത്. അങ്ങനെയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഗോപസ്ത്രീകളെയും ഭഗവാൻ അനുഗ്രഹിക്കും, അവർക്ക് അവസാനം മുക്തി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അവരിലുള്ളതിനെ എല്ലാം ഇങ്ങ് വലിച്ചെടുക്കും. അപ്പൊ നമ്മള് ഭഗവാന് സമർപ്പിക്കാതെ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. എന്ത് ചെയ്താലും നാരായണായേതി സമർപ്പയാമി, എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുക. ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മളുടേതൊന്നും അല്ല. നമ്മൾ ജനിച്ചു വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ. പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല.
അപ്പൊ ഇത് ഇവിടെയുള്ളതെല്ലാം ഭഗവാനുള്ളതാണ്. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമഭാവനയിൽ കാണണം, ഭഗവാൻ എന്ന് കാണണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ മറ്റുള്ള ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ടവർക്കൂടെ കൊടുക്കണം. അപ്പൊ അങ്ങനെ അതും കൂടെ പറയാൻ വേണ്ടിയാണ്, അതും കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം എടുക്കുന്നത്. ഭഗവാൻ ഇതെല്ലാം എടുത്തിട്ട് അവസാനം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. പിന്നീട് ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവർ പിന്നെ ഒന്നും ചെയ്യുകയില്ല. അതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ബാലലീലകൾ കാണിക്കുന്നത്. ശ്ലോകം 29. വത്സാൻ മുഞ്ചാൻ ക്വചിത സമയേ ക്രോശ സംജാതഹാസ സ്ഥേയം സോദത്യദിഭയ കൽപ്പിതൈസ്തേയ യോഗൈ മർക്കാൻ പോഷൻ വിഭജതി സചേത് ജ്ഞാതി പാണ്ഡം ഭിനന്തി ദിവ്യാലാഭേസ ഗൃഹകുപിതോ യാതി ഉപക്രോശ്യതോകാൻ. ശ്ലോകം 30. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠഗോലൂഹലാദ്യൈ ഛിദ്രം ഹ്യ അന്തർ നിഹിതവയുനാ ശിഖ്യ ഭാണ്ഡേഷു തദ്വേദ് ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോ യർഹി ഗൃഹകൃതേഷു സുവ്യഗ്രചിത്താഃ. പദച്ഛേദം. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠിക ഉലൂഖല ആദേഹി ഛിദ്രം ഹി അന്തർനിഹിത പയുനഃ ശിഖ്യ ഭാണ്ഡേഷു തദ്വിത് ധ്വാന്ത ആകാരേ ധൃതമണിഗണം സ്വാംഗം അർത്ഥ പ്രദീപം കാലേ ഗോപ്യഃ യർഹി ഗൃഹകൃതേഷു സുവഗ്ര ചിത്താഃ. ഗോപ്യഃ ഗോപസ്ത്രീകൾ യർഹി കാലേ ഏതു സമയത്തിൽ ഗൃഹകൃതേഷു വീട്ടുപണികളിൽ സുവ്യഗ്രചിത്ര ഏറ്റവും ബന്ധപ്പെട്ട മനസ്സോടുകൂടിയവരോ അപ്പോൾ ചിലപ്പോൾ വെപ്രാളം പിടിച്ച വീട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഹസ്താഗ്രാഹ്യെ കൈകൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതിൽ, അതായത് ഇവർ വീട്ടു ജോലികൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കണ്ണൻ ഇപ്പം വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഉയരത്തിൽ ഉറി കെട്ടി തൂക്കി അതിൽ ആ പാലും തൈരും നെയ്യും എല്ലാം സൂക്ഷിച്ചിരിക്കും. അപ്പൊ ഉയരത്തിൽ കെട്ടിയിരിക്കുമ്പോൾ കൊച്ചുകുട്ടിയല്ലേ, എത്തൂല. അപ്പൊ എന്ത് ചെയ്യും? പീഡിക ഉലൂഖലാതെ ആദ്യം കൊണ്ടുവന്ന് ഒരു ഉരലെടുത്തിട്ട് നോക്കും. അപ്പൊ എത്തിയില്ലെങ്കിലാ അതിന്റെ പുറത്ത് ഒരു പീഠവും കൂടെ വെച്ച് നോക്കും, ഒരു സ്റ്റൂളും കൂടെ എടുത്ത് വയ്ക്കും. മുതലായവ കൊണ്ട് വിധി ഉപായത്തെ രചയിതി ചെയ്യുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും വേറെ ഉപായം ചെയ്ത് ആ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഉറിയിൽ കെട്ടിയിരിക്കുന്ന ആ നെയ്യോ തൈര പാലോ ഇതെല്ലാം എടുക്കും. ശിഖ്യ ഭാണ്ഡേഷു ഉറിപ്പാത്രങ്ങളിൽ, ശിഖ്യ ഭാണ്ഡേഷു ഉറി പാത്രങ്ങളിൽ അന്തർനിഹിത വയുന അതിന്റെ ആ ഉറി പാത്രങ്ങളിൽ വയ്ക്കപ്പെട്ട അതിന്റെ അറിവോടുകൂടി, അപ്പൊ അതിനകത്ത് ഉണ്ട് എന്നറിയാം. തദ്വ അങ്ങനെ അറിയുന്നവനായിട്ട് അപ്പൊ ഉയരത്തിൽ പാത്രം കെട്ടി തൂക്കിയിട്ടിരുന്നാൽ അതിനകത്ത് ഉണ്ടെന്നറിയാം. ഛിദ്രം അപ്പൊ എന്ത് ചെയ്യും? എത്തൂല. എന്നിട്ട് ഒരു ഉരുളിന്റെ പുറത്ത് കയറി അതിന്റെ പുറത്ത് ഒരു സ്റ്റൂള് വെച്ചിട്ട് ഈ പാത്രത്തിന്റെ മൺകലമായിരിക്കുമല്ല അതിന്റെ മൂട്ടില് ഒരു ഹോൾ ഇട്ട് കൊടുക്കും, ദ്വാരം ഇട്ട് കൊടുക്കും. എന്നിട്ട് വാ കാണിച്ചു കൊടുക്കും, അതിന്റെ അടിയിൽ ചെന്ന് വാ കാണിച്ചു കൊടുക്കും. ഛിദ്രം ദ്വാരത്തെ രചയതി ഉണ്ടാക്കുന്നു. ത്വാന്താകാരെ അപ്പൊ എന്നിട്ട് അങ്ങനെ കുടിക്കും. പിന്നെ ഇരുട്ടുള്ള മുറിയിൽ വെച്ചിരുന്നാലും രക്ഷയില്ല. ത്വാന്താകാരെ ഇരുട്ടുള്ള മുറികളിലാണെങ്കിൽ ധൃതമണിഗണം, അതായത് കയ്യിലും കാലിലും ഒക്കെ നല്ല രത്നമണികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ആ രത്ന സമൂഹത്തെ ധരിച്ചിരിക്കുന്ന സ്വാംഗം സ്വദേഹത്തെ അർത്ഥപ്രദീപ അത് പ്രകാശമാനമായിരിക്കും. അപ്പോൾ ആ ഭഗവാന്റെ ആഭരണങ്ങളുടെ പ്രകാശം കൊണ്ട് ഇരുട്ടുമുറിയിൽ പോലും കാണാൻ സാധിക്കും. അങ്ങനെ ഇരുട്ടത്ത് അവർ ഏത് മുറിയിൽ വച്ചിരുന്നാലും ശരി അവിടെ ചെന്ന് ഭഗവാൻ മോഷ്ടിച്ചെടുത്ത് കഴിക്കും. അപ്പോൾ ഇതാണ് പിന്നെ യശോദയുടെ ചെന്ന് ഗോപസ്ത്രീകൾ പറഞ്ഞത്, ഇവൻ കള്ളം കാണിക്കുകയാണ്, നമ്മള്
വച്ചിരിക്കുന്നതിന് മോഷ്ടിച്ചെടുത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഭഗവാൻ അവിടെ കള്ളനാണ്, കള്ളം കാണിക്കാൻ അവന് നല്ല സാമർഥ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ കള്ളനാണെന്ന് വരെ വിളിക്കും. ശിവനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്, ശ്രീരുദ്രം എന്ന് പറയും. അതില് ശിവനെ കള്ളൻ എന്നാണ് പറയുന്നത്. തസ്കരാണാമ്പതയെ, സ്തേനാനാമ്പതയെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കും. അപ്പൊ എന്താണ് ഭഗവാൻ എന്തോന്നാണ് മോഷ്ടിക്കാൻ പോവുകയാണോ? ഭഗവാൻ എവിടെയാണ് മോഷ്ടിക്കുന്നത്? ആളുകളുടെ ഹൃദയ ഗുഹയിൽ ഇരുന്ന് ആ ഹൃദയത്തെയാണ് ഭഗവാൻ, ആളുകളുടെ ഹൃദയത്തെയാണ് മോഷ്ടിക്കുന്നത് എന്നുള്ള അർത്ഥം നമുക്കിത് കൊടുക്കാം. അപ്പോൾ സർവചരാചരങ്ങളുടെയും ആ ഹൃദയമാകുന്ന ഗുഹയിൽ വസിച്ച് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു, എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാൻ സാധിക്കുന്നു. എല്ലാവരുടെ കാര്യങ്ങളും അറിയുന്നു. ഈ മൂഢജനങ്ങളുണ്ടോ ഇത് മനസ്സിലാക്കുന്നു അല്ലേ? നമ്മൾ ചിലപ്പോൾ അറിയാതെ ആരും കാണാതെ ചെയ്യുമെന്ന് പറയും. ആരും കാണാതെ ചെയ്താലും കാണാൻ മുകളിൽ ഒരാളുണ്ട്, ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം സർവജ്ഞനാണ്, എല്ലാം അറിയും. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയ ഗുഹയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പുണ്യപാപങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചിലവർ എത്ര ഭഗവാൻ ശ്രമിച്ചാലും ചിലവർ അതിനോട്ട് അടുത്ത് വരൂല്ല. ഭഗവാൻ എന്നാലും ആ ഹൃദയ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ തന്നെ അപഹരിക്കാൻ നോക്കുകയാണ്. പുണ്യപാപങ്ങളെ മുഴുവനും ഭഗവാൻ സംഹരിക്കുന്നു. അതാണ് ഇവിടെ കള്ളൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. 30. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഡികോലൂകലാദ്യൈ ഛിദ്രം ഹി അന്തർനിഹിത വയുന ശിക്യ പാണ്ഡേഷു തദ്വേൻ ത്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോയർഹി ഗൃഹകൃതേഷു സുവ്യഗ്രചിത്താഹാം. ഇനി ശ്ലോകം 31. ഏവം ദാർഷ്ട്യാന്യ ഉശതി ഗുരുതേ മേഘനാദീനി വാസ്തോ സ്തേയോപായൈർ വിരചിതകൃതി സുപ്രതീകോ യഥാസ്തേ ഇതം സ്ത്രീഭി സഭയനയന ശ്രീമുഖ ആലോകനീഭിർ വ്യാഖ്യാതാർത്ഥേ പ്രഹസിതമുഖി നഹി ഉപാലപ്തുമൈച്ഛ. ഏവം താഷ്ട്യാനി ഉശതി കുരുതേ മേഘനാദീനി വാസ്തൗ സ്തേയോപായൈഹി വിരചിതഹൃതിഃ സുപ്രതീകഃ യഥാസ്തേ ഇദം സ്ത്രീഭിഃ സഭയ നയന ശ്രീമുഖ ആലോകിനീഭിഃ വ്യാഖ്യാതാർത്ഥ പ്രഹസിതമുഖി ന ഹി ഉപാലപ്തും ഐച്ഛത്. ഏവം ഇപ്രകാരം ധാർഷ്ട്യങ്ങളെ ഉശതി പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ആ ധാർഷ്ട്യ പ്രവൃത്തികൾ, ആ മോഷ്ടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയുന്നു. വാസ്തവ വീട്ടിൽ മേഘനാദീനി മൂത്രവിസർജനാദികൾ കുരുതേ ചെയ്യുന്നു. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ വന്ന് വീട്ടില് മലമൂത്ര വിസർജനം കൂടെ നടത്തുന്നു. പിന്നെ സ്തേയോപായ കളവിനുള്ള ഉപായങ്ങൾ കൊണ്ട് വിരചിതകൃതി ചെയ്യപ്പെട്ട കർമ്മങ്ങളോട് കൂടിയവനായി, അതായത് എല്ലാ കള്ളവേലകളും ഇവനുണ്ട്. യശോദയോട് പറഞ്ഞു കൊടുക്കണം, ഇവൻ എല്ലാ കള്ളവേലകളും ഉണ്ട്. സുപ്രതീക, എന്നിട്ട് കള്ളം ചെയ്തിട്ടാ നല്ലവനെ പോലെ ആസ്തേ നിൽക്കുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞങ്ങ് നിൽക്കും. എന്ത് കുരുത്തക്കേട് ചെയ്തിട്ടും അത് ചെയ്തില്ല എന്ന് പറഞ്ഞു നിൽക്കും. ഇപ്രകാരം സഭയ നയന ശ്രീമുഖ ആലോകിനീഭി, ഭയപ്പെട്ട കണ്ണുകൾ കൊണ്ട് അധികം ശോഭയുള്ള മുഖത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ യശോദയോട് വന്ന് ഈ സ്ത്രീകൾ ഇങ്ങനെ കണ്ണന്റെ കുറ്റം പറയുകയാണ്. അപ്പോൾ കണ്ണൻ പേടിച്ചിരിക്കുകയാണ്. അമ്മ ഇപ്പം അടിക്കും, യശോദ ഇപ്പം അടിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. അതാണ് സഭയ നയന ശ്രീമുഖ ആലോകനീഭി, ഭയപ്പെട്ട് ഇളകുന്ന കണ്ണുകൾ കൊണ്ട് അധികം ശോഭയുള്ള മുഖത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന, ആലോകന നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീകളാൽ വ്യാഖ്യാതാർത്ഥ വ്യാഖ്യാനിപ്പിക്കപ്പെട്ട കാര്യത്തോട് കൂടിയവളും. അപ്പോൾ യശോദ ഈ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട്
കണ്ണൻ്റെ മുഖത്ത് നോക്കുകയാണ്. പ്രഹസതി മുഖി. എന്നിട്ട് യശോദ എന്ത് ചെയ്യുന്നു? കണ്ണൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ യശോദ ഉപാലത്തും ശകാരിക്കാൻ കൂടി നഹി ഇച്ഛിച്ചില്ല. കണ്ണൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒന്ന് ശകാരിക്കാൻ പോലും യശോദയ്ക്ക് തോന്നിയില്ല. അപ്പോൾ ഇപ്പോൾ യശോദ അടിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭയപ്പെട്ട് നോക്കുന്ന ആ നോട്ടം കണ്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അലിഞ്ഞുപോയി. ആ മുഖശ്രീ, ഭഗവാന്റെ മുഖം നോക്കി ആനന്ദിച്ചുകൊണ്ട് ഒന്നും പറയാതെ നിന്നു. എന്നിട്ട് ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. പരിഹസിച്ചാണ് ഇവർ പറഞ്ഞെങ്കിലും യശോദ മുഖത്തിൽ നോക്കിയപ്പോൾ യശോദയ്ക്ക് ചിരി വന്നുപോയി. അപ്പോൾ ഈ ഭഗവാനുള്ളത് തന്നെ എല്ലാം അത് മനസ്സിലാക്കാതെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അഹംബുദ്ധി, മനുഷ്യനുള്ള ഈ അഹംബുദ്ധിയാണ് നമ്മളെ കൊണ്ട് അവിദ്യയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇപ്പം ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അഹംബുദ്ധിയാണ്. എൻ്റേതാണ്, അതെൻ്റേതാണ്, ആ വസ്തു എൻ്റേതാണ്, ഞാനാണ് വലുത് എന്നുള്ള അഹംബുദ്ധിയാണ്. അപ്പം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ എടുക്കുന്ന. അപ്പോൾ അഹംബുദ്ധി അവർക്ക് ക്രമേണ ഇല്ലാതാകും. അപ്പോൾ ആ ദേഹത്തിൻ്റെ കാരണമായിരിക്കുന്ന അഭിമാനം, ദേഹബോധം ഇല്ലാതാക്കാൻ, അപ്പോൾ ഗോപികൾക്ക് ആദ്യമേ ദേഹബോധം ഇല്ലാതാക്കാൻ ഭഗവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഗോപികൾ ഭഗവാന്റെ ആ കുസൃതികളൊക്കെ വന്ന് പറയുന്നു. യശോദ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കാരുണ്യവാരിതേ 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 കാരുണ്യാബ്ദേ. ഇത്രയും കാരുണ്യം എന്നിൽ ചൊരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജലോചന നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഭക്തി ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഓം ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.